പി ആർ എന്ന് പറയുമ്പോൾ ഒരു ഭയങ്കര വലിയ മാഫിയ പോലെയൊക്കെയാണ് ആൾക്കാർ കാണുന്നത്. അങ്ങനെയല്ല. പി ആർ എന്ന് പറയുന്നത് കേരളത്തിൽ വളരെ വളരെ ചുരുക്കം ആൾക്കാർ ചെയ്യുന്ന ഒരു വർക്കാണ്. സോ ഇവിടെ പി ആർ ആവശ്യമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു മൂവി ഇറങ്ങുന്നു. ആ മൂവി ചിലപ്പോൾ ആൾക്കാർക്ക് അറിയാത്തൊരു മൂവി ആയിരിക്കാം, ഡയറക്ടർ പുതിയ ആൾക്കാരായിരിക്കാം, ആക്ടേഴ്സ് പുതിയ ആൾക്കാരായിരിക്കാം. അപ്പോൾ ഒരു പി ആറിനെ ഏൽപ്പിച്ചിട്ട് നമുക്ക് കുറച്ച് ആൾക്കാരിലേക്ക് എത്തിക്കണം. അപ്പോൾ നിങ്ങൾക്ക് പല പി ആർ ഒസിനെ അറിയാമായിരിക്കുമല്ലോ, മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ മഞ്ജു ഗോപിനാഥ് ഉണ്ട്, ആതിര, അങ്ങനെ കുറച്ച്. അപ്പോൾ ഇവരെന്താ ചെയ്യുന്നത്, നിങ്ങളെ പോലത്തെ മീഡിയാസിനെ അറിയിക്കും, എടാ ഇങ്ങനെ ഒരു മൂവി വരുന്നുണ്ട്, നമുക്കൊരു ഓഡിയോ ലോഞ്ച് വരുന്നുണ്ട്, പ്രസ് മീറ്റ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഹെൽപ്പിലൂടെ ജനങ്ങളിലേക്ക് എത്തുന്നു. ആ മീഡിയേറ്റർ ആണ് പി ആർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ബിഗ് ബോസ് ഹൗസിൽ പി ആർ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഷോ തന്നെ ഓൾമോസ്റ്റ് എല്ലാവരും ഫോളോ ചെയ്യുന്നൊരു ഷോയാണ്. ആ ഷോ പ്രൊമോട്ട് ചെയ്യാൻ അവർക്ക് തന്നെ അറിയാം. ബിക്കോസ് നമ്മൾ ബിഗ് ബോസ് തുടങ്ങുന്ന മുമ്പ് റോട്ടിൽ മൊത്തം ലാലേട്ടൻ്റെ ഫ്ലെക്സ് ആണ്, ഈ ഷോ വരാൻ പോകുന്നു. അതിനുശേഷം പ്രൊമോസ്, ഗംഭീര പ്രൊമോസാണ്. എനിക്കൊന്ന് മൃദുൽ നായർ, നമ്മൾ ബിടെക് ഡയറക്ടർ മൃദുൽ നായരാണ് ചെയ്തത്. ഗംഭീര പ്രൊമോസ്, എല്ലാം മില്യൺസ് കാര്യങ്ങളാണ്. അപ്പോൾ ഈ ഷോന് ഒരു അവയർനെസ്സും ബ്രാൻഡിങ്ങും പി ആറും അവർ ചെയ്ത് കഴിഞ്ഞു. ഇതിൽ വരുന്ന ഓരോ ആൾക്കാർ, അത് ചിലപ്പോൾ ന്യൂ ഫേസ് ആയിക്കോട്ടെ, എക്സ്റ്റാബ്ലിഷ്ഡ് ആൾക്കാരായിക്കോട്ടെ, എല്ലാവർക്കും ഒരു ഈക്വൽ സ്പേസ് ആണ് ഈ ഷോ കൊടുക്കുന്നത്. കാരണം ആ ഷോ അത്രയും വലുതാണ്.